വയനാട് കള്ളാടി ദുരന്തം കേരളത്തെ മുഴുവൻ നടുക്കിയൊരു ദുരന്തമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ട ഒരു ജീവനെ പോലും വില കുറച്ച് കാണുകയല്ല. പക്ഷേ ആ ദുരന്തത്തിൻ്റെ ഒരു ഭീകരത ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആദ്യം തോന്നിയത്, ദൈവമേ, ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ പോലെ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭീതിയുണ്ടായിരുന്നു. അത് ഇല്ല എന്നുള്ളൊരു ആശ്വാസം. എന്നാൽ പോലും ഇപ്പോൾ പുറത്തു വന്ന കണക്കനുസരിച്ച് 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 5ഓളം പേരെ കാണാതായിട്ടുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. തുടരുന്ന മഴ ദുരന്തത്തിന് ആഘാതം കൂട്ടുക മാത്രമല്ല, ദുരന്ത നിവാരണത്തിനും തടസ്സം സൃഷ്ടിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം ഒരു വശത്ത് നിൽക്കട്ടെ. ഇതെല്ലാം വാർത്തകളാണ്. വാർത്തകൾക്കപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രേക്ഷകരോടൊരു കാര്യം പങ്കുവയ്ക്കാനുണ്ട്. ഇന്നത്തെ മറ്റൊരു വീഡിയോയിൽ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് വി ഡി സതീശനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള പോരിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ഞാൻ അപ്പോഴേ പ്രേക്ഷകരോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ ചൂരൽമല സംബന്ധിച്ചുള്ള വീഡിയോയിൽ വി ഡി സതീശൻ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൃത്യമായി പരിശോധിക്കാം. അതുകൊണ്ട് നേരത്തെയുള്ള വീഡിയോയിൽ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ഇപ്പോൾ വി ഡി സതീശനെ കുറിച്ച് പറയുവാൻ പോകുന്നതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് വലിയ ഭൂമികയൊന്നും ഉണ്ടാകില്ല. അതൊരു ആമുഖമായി മുൻകൂർ ജാമ്യമായി പറയുകയാണ്. ഇവർ രണ്ടുപേരും നല്ലവരാണെന്നല്ല പറഞ്ഞു വരുന്നതെന്ന് സാരം. ഈ വിഷയത്തെ സംബന്ധിച്ച് ആദ്യം പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ചില കാര്യങ്ങൾ നാം പെട്ടെന്ന് കേട്ടങ്ങ് മറന്നുപോകും. ഈ വിഷയത്തെ സംബന്ധിച്ച് ആദ്യത്തെ പ്രതികരണങ്ങളിൽ ഒന്ന് പുറത്തു വന്നത് കൽപ്പറ്റ MLA-യും കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രിയുമായ ടി സിദ്ദിഖിൽ നിന്നാണ്. ശ്രീ ടി സിദ്ദിഖ് ആദ്യം പറഞ്ഞത്, നിരവധി തവണ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന തുരങ്കത്തിൻ്റെ പണിയുടെ ഭാഗമായി എടുത്തു മാറ്റപ്പെട്ട മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് മാറ്റണം എന്ന് കരാർ കമ്പനിക്കാരോട് പറഞ്ഞിരുന്നു. കരാർ കമ്പനിക്കാരോട് പറഞ്ഞിരുന്നു എന്ന് ടി സിദ്ദിഖ് പറഞ്ഞതിന് പിന്നാലെ ചാനലുകളിൽ, മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ഫ്ലാഷ് ന്യൂസുകൾ ഓടാൻ തുടങ്ങി, കാർഡുകൾ പോകാൻ തുടങ്ങി. റെയിൽവേയുടെ ഭാഗത്താണ് കുറ്റം മുഴുവൻ. റെയിൽവേയുടെ ഭാഗമായിട്ടാണല്ലോ, റെയിൽവേ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ തുരങ്കം തന്നെ നിർമ്മിക്കപ്പെടുന്നത്. റെയിൽവേയുടെ ഭാഗത്താണ്. പിന്നെയാണ് ഇത്തരത്തിലുള്ള കരാറുകൾ അവിടെ ദിലീപ് കൺസ്ട്രക്ഷൻ എന്നൊരു സ്വകാര്യ കമ്പനിക്കാണ് നൽകപ്പെട്ടിരുന്നത് എന്നറിയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ പോലും പലപ്പോഴും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. അപ്പോൾ പറയും ദുരന്ത പ്രദേശത്ത് അത്തരത്തിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ല. മുൻപ് ചൂരൽമലയിൽ നടന്ന ദുരന്തത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യമായിട്ടുള്ള എത്ര പേരെ കാണാതായിട്ടുണ്ട്, എത്ര പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു, എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഏതെല്ലാം ഭാഗത്ത് ഏതെല്ലാം പ്രദേശത്താണ് ഉണ്ടായിരിക്കുന്നത്, അതിലെവിടെയാണ് ഏറ്റക്കുറച്ചിലുകളുള്ളത്, ഇതെല്ലാം ഏതാണ്ട് കൃത്യതയോടുകൂടി തന്നെ അവിടെ നിന്ന് വാർത്താമാധ്യമങ്ങളും സർക്കാരും സംപ്രേഷണം ചെയ്യുകയും പുറത്തുവിടുകയും ചെയ്തിരുന്നു.